ഹലോ നമസ്കാരം, താരാസ് സെൻ്റർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു ബ്രോക്കോളി വെച്ചിട്ടൊരു അടിപൊളി മെഴുക്ക് വരട്ടി ഉണ്ടാക്കിയാലോ. അപ്പോൾ നമുക്ക് ഇത് ഇവിടെയൊക്കെ സൂപ്പർ മാർക്കറ്റിൽ ഇത് സുലഭമായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ലും സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന പച്ചക്കറി കടകളിലൊക്കെ ഒന്നും ഇത് കാണാറില്ല. പിന്നെ അപൂർവമായിട്ടുള്ള കടകളിലൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മളൊക്കെ നാട്ടിൽ ഇത് അധികം നമ്മൾക്ക് കിട്ടാറില്ല. എന്ന് വെച്ചാൽ നമ്മൾ ചെല്ലണ കടകളിലൊന്നും ഇത് ഉണ്ടാവാറില്ല. ഇവിടേക്ക് ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഉണ്ട്. അപ്പോൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇത് വീടുകളിലൊക്കെ വാങ്ങാറുണ്ട്. അപ്പോൾ ഇത് കോളിഫ്ലവറിൻ്റെ ഇനത്തിൽപ്പെട്ടതാണെങ്കിലും അതിനേലുമൊക്കെ നല്ല ടേസ്റ്റുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിളാണിത്. അപ്പോൾ ഇതിൻ്റെ ബ്രോക്കോളിയുടെ 2 എണ്ണമാണ് എടുത്തേക്കണത് ഞങ്ങൾ. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ഇതൊന്ന് വെറുതെ ഒന്ന് കഴുകിയതിന് ശേഷം പിന്നെ നമുക്ക് വേറെ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഇതിൻ്റെ ആ പാർട്സ് ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഒന്ന് നമുക്ക് അടത്തിയിടണം. കോളിഫ്ലവറിൻ്റെയൊക്കെ സൈഡിലുള്ള ഇതുപോലത്തെ തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് അടത്തിയിട്ടിട്ട് നമുക്ക് ചൂടുവെള്ളത്തിൽ ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് നേരം അങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കതിലെ ചെറിയ പ്രാണികളോ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പോകാൻ വേണ്ടിയാണ്. അപ്പോൾ ഇവിടേക്ക് ഇത് നല്ല ക്ലീനാക്കി പാക്ക് ചെയ്താണ് വന്നത്. അതുകൊണ്ട് തന്നെ ഒരു നന്നായിട്ട് വൃത്തിയാക്കിയിട്ടാണ്. പക്ഷേ നമ്മളുടേതായ ക്ലീനിങ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കിത് 3-4 പ്രാവശ്യം കഴുകിയെടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്കിത് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം. അവരവരുടെ പാകത്തിനനുസരിച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് തീരെ ചെറിയ കഷ്ണങ്ങളാക്കണ്ട. ഇങ്ങനത്തെ ഓരോ പൂവുകൾ പോലെ ഇങ്ങനെ ആക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് വെള്ളം വാലാൻ വേണ്ടി ഒരു പാത്രത്തിലെടുത്ത് വയ്ക്കാം. നമ്മൾ പാൻ ചൂടാകുമ്പോൾ ഒരു പകുതി സവാളയും 2 പച്ചമുളക് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും. അപ്പോൾ ഈ ബ്രോക്കോളിയിലൊക്കെ അധികം പൊടികളോ അല്ലെങ്കിൽ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതിരിക്കുകയാണ് നല്ലത്. അപ്പോൾ ചെറുതായിട്ട് കുറേശ്ശെ ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്താൽ മതിയാവും. അപ്പോൾ ഈ സവാള ഒന്ന് വാടി വരുമ്പോൾ തന്നെ നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും മാത്രമേ ഞാൻ ഇതിലേക്ക് ചേർക്കണുള്ളൂ. എന്നിട്ട് നമുക്ക് ഈ ബ്രോക്കോളിയും കൂടി ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുത്താൽ മതിയാവും. ഒരു 4 മിനിറ്റ് നേരം ഒന്ന് ചെറുതീയിലിട്ടിട്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറിക്കഴിയുമ്പോൾ തന്നെ നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ബ്രോക്കോളി ഇട്ടതിന് ശേഷം ഒന്ന് മൂടി വെക്കാം. 1 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ചതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് മറ്റൊക്കെ വേറെ രാജ്യങ്ങളിലൊക്കെ ഇത് നോൺ വെജിൻ്റെയൊക്കെ കൂടെ ഒന്ന് വാട്ടിയത് ഇങ്ങനെ ബ്രോക്കോളി ഇപ്പോൾ എല്ലാവരും കഴിക്കാറുണ്ട്. അപ്പോൾ ഇത് നോൺ വെജിൻ്റെയൊക്കെ കൂടെ കഴിക്കുകയാണെങ്കിലും അതിൻ്റെ കൊളസ്ട്രോളും നെയ്യൊന്നും ശരീരത്തിൽ പിടിക്കാതെ പുറത്തേക്ക് പോകാൻ ഇത് സഹായിക്കും ബ്രോക്കോളി. അതേപോലെ നല്ല അടിപൊളി വെജിറ്റബിളാണിത്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. മക്കൾക്കൊക്കെ ലഞ്ച് ബോക്സിൻ്റെ ചോറിൻ്റെ കൂടെയോ ഒക്കെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കൊടുത്തയക്കാൻ പറ്റിയൊരു വെജിറ്റബിളാണിത്. അവർക്കെടുത്ത് കഴിക്കാനും എളുപ്പമാണ്. ഓരോ കഷ്ണങ്ങളായിട്ട് എടുത്ത് കഴിക്കാൻ എളുപ്പമാണ്. പിന്നെ ഇതിൻ്റെ രുചി എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ളൊരു വെജിറ്റബിളാണിത്. അപ്പോൾ നമുക്കിത് ലഞ്ചിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാനുള്ള ഒരു മെഴുക്ക് വരട്ടിയായിട്ടാണ് ഞാൻ വെക്കണത്. പിന്നെ ഞാനൊരു ശകലം മസാലപ്പൊടിയും കൂടി ഗരം മസാലയും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി നമ്മൾ ചേർക്കണം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2-3 മിനിറ്റും കൂടി മൂടി വെച്ച് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. അപ്പോൾ നമ്മുടെ അടിപൊളി ബ്രോക്കോളി മെഴുക്ക് വരട്ടി ഇവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവർക്കും ഒരുപാട് നന്ദി.